നോമ്പുകാരൻ ചെയ്യുന്ന ദുആയിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നറിയോ, യർഫഉഹാ അല്ലാഹു ഫൗഖൽ ഗമാം. ഒരു യഥാർത്ഥ നോമ്പുകാരൻ എപ്പോഴെങ്കിലും അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ ഫൗഖൽ ഗമാം, മേഘങ്ങളുടെ മുകളിലേക്ക് അവന്റെ പ്രാർത്ഥനയെ അല്ലാഹുവിന്റെ മാലാഖമാരെ കൊണ്ട് പടച്ചോൻ കൊണ്ടുപോകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ 99% അത് സ്വീകരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഒരു നിബന്ധന ഹദീസുകളിൽ കാണാം, നിങ്ങൾ യഥാർത്ഥ നോമ്പുകാരായിരിക്കണമെന്നതാണ്. യഥാർത്ഥ നോമ്പെന്ന് പറഞ്ഞാൽ എന്താ? സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് അത്താഴം കഴിച്ച് നിയ്യത്ത് വെച്ച് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി, പിന്നെ പകലൊക്കെ തോന്നിയതുപോലെ തന്നെ ഏത് പുസ്തകവും വായിക്കാം, ഏത് മൊബൈലിന്റെ കാഴ്ചയും കാണാം, ഏത് വർത്തമാനവും പറയാം, ആരെയും വേദനിപ്പിക്കാം, ആരെയും സങ്കടപ്പെടുത്താം, ഏത് രൂപവും ഏത് ഭാവവും സ്വീകരിക്കാം, എവിടെയും പോകാം, എവിടെയും ചാടാം, എന്തും ചെയ്യാം. മഗ്‌രിബിന്റെ സമയമാകുമ്പോ ഒരു കാരയ്ക്ക കൊണ്ട് നോമ്പ് തുറന്നാ തീരുന്നതാണ് യഥാർത്ഥ നോമ്പെന്ന് കരുതിപ്പോയവരുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തല്ലേ വെള്ളിക്കുഴിക്കാരാ, നഷ്ടപ്പെടുത്തല്ലേ കമ്പനിപ്പടിക്കാരാ. അല്ലാഹു തന്നിരിക്കുന്ന ആയുസ്സിൽ നിനക്ക് കിട്ടിയ ഈ പരിശുദ്ധ റമളാനിന്റെ ബറക്കത്തും റഹ്മത്തും നീ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയല്ലേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ഗൗരവത്തോടുകൂടി കാണും. ഇന്ന് റമളാൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സാധാരണ പോലെ സ്ഥിരം വെക്കുന്ന പോലെ ഒരു ജീരകക്കഞ്ഞി വെച്ച് സ്ഥിരം ചെയ്യുന്ന പോലെ ആ പണ്ട് അലമാരയുടെ അടിയിരുന്ന പഴയ ഈത്തപ്പഴത്തൊന്ന് കഴുകി പാത്രത്തിട്ട് അവിടെ വെച്ച് വലിയ ബഹുമാനമൊന്നും കൊടുക്കണില്ല. അങ്ങനെ തന്നെ പിന്നെ ഖുർആനൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഭയങ്കര ആവേശത്തിൽ ഫസ്റ്റ് ദിവസം, കഴിഞ്ഞ വർഷം സൂറത്തുൽ ബഖറ തുടങ്ങിയത് ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പൊ നോക്കുമ്പോ ചന്ദനത്തിൽ അതിനകത്ത് അടയാളം വെച്ചിരിക്കുക, ആയത്തിൽ കുർസി ഭാഗത്ത്. അതൊക്കെ മാറ്റിയിട്ട് ആയുസ് അള്ളാഹു തന്നതിൽ ഏറ്റവും അവസാനത്തെ റമളാനാണ് ഇതെന്ന് ഉറപ്പിക്കണം. റമളാൻ ആണോ എന്ന് സംശയിക്കരുത്. ഇതെന്റെ ആയുസ്സിലെ അവസാനത്തെ റമളാനാണ് റബ്ബേ, അങ്ങനെ ഉറപ്പിക്കും. എന്നാലാണ് കുറച്ച് ബറക്കത്തുണ്ടാവുള്ളൂ. ഇത് അവസാനത്തെ റമളാൻ ആണോ എന്ന് ചിന്തിക്കുമ്പോ ഒരു റമളാനും കൂടി ഉണ്ടെന്നൊരു തോന്നൽ വരും. പക്ഷെ ഇക്കണക്കിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി ഒരു റമളാൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഗർഭാശയത്തിൽ മുഴയില്ലാത്ത താത്തമാരുണ്ടോ? കൈവക്കാനെന്ന് ഞാൻ പറയണില്ല, ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാം. പെരുമ്പാവൂര് ചികിത്സയ്ക്കിരിക്കുന്ന ഡോക്ടറോട് ചോദിക്ക്, 90% സ്ത്രീകൾക്കും ഗർഭാശയത്തിൽ മുഴ. 90% പുരുഷന്മാരും ഒന്നെങ്കിൽ കിഡ്നിയിൽ കല്ല്, ഇല്ലെങ്കിൽ ക്യാൻസറിന്റെ ചെറിയ അംശം ഉള്ളില്. അതൊരു 4ാമത്തെ സ്റ്റേജൊക്കെ എത്തുമ്പോഴാണ് പുറത്തറിയുക. അപ്പൊ നിങ്ങൾ ദുആ ചെയ്താൽ മതി എന്നാണ്. പക്ഷെ യഥാർത്ഥ നോമ്പുകാരാകണം എന്നത് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു പ്രധാനം. മഹാന്മാരൊക്കെ ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ സല്ലിംനാ ഇലാ റമളാൻ വസല്ലിം ലനാ റമളാൻ. പടച്ചവനെ, റമളാനിനെ ഞങ്ങൾക്കും ഞങ്ങളെ റമളാനിലും നീ സലാമത്ത് നൽകണേ അല്ലാ എന്ന് പറഞ്ഞാൽ പരസ്പരം ഏറ്റുമുട്ടലുകളില്ലാതെ, പിണക്കങ്ങളില്ലാതെ, പൊരുത്തത്തിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ കബൂലിയത്തിന്റെ റമളാൻ. ഒരു പരസ്പരം ഒരു ധാരണ പിശകില്ലാതെ ഒരു നോമ്പുകാരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്ന റമളാൻ എനിക്ക് തരണമെന്നാണ്. അല്ലാഹുമ്മ സല്ലിംനാ ഇലാ റമളാൻ വസല്ലിം ലനാ റമളാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഒരു നോമ്പുകാരൻ യഥാർത്ഥ നോമ്പുകാരനായിട്ട് റമളാനിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്നാണ്. വളരെയേറെ ത്യാഗം ചെയ്യണം. പട്ടിണി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പട്ടിണി മാത്രമല്ല, ഒരുപാട് ത്യാഗം ചെയ്യണം, ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തെ ഒരുപാട് നിയന്ത്രിക്കണം. നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ. حتى أسى ربه في شهر شعبان لقد أضلك شهر الصوم بعدهما فلا تصيره أيضا شهر عصيان
റജബ് മാസത്തിൽ നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് ഉസ്താദുമാര് പറഞ്ഞിട്ട് നിങ്ങളുടെ ബഹുമാനനായ പ്രഭാഷകനായ ഖത്തീബായ ഫാദിലി ഉസ്താദ് ജുമഅക്ക് റജബ് മാസത്തിന്റെ 1ാമത്തെ വെള്ളിയാഴ്ച തന്നെ പറഞ്ഞു തന്നു, ശ്രദ്ധിക്കണേ, പറ്റുമെങ്കിൽ റമദാൻ പോലെ തന്നെ റജബിലും നിങ്ങൾ നോമ്പെടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ശ്രദ്ധിച്ചില്ല. കളിയും ചിരിയും തമാശകളും ഫസാദും ഐബത്തും പഴയതുപോലെ തന്നെ കല്യാണം മുടക്കലും ഒക്കെയായി ആ റജബിനെ നമ്മൾ തള്ളി നീക്കി. എന്നിട്ട് ശഅബാൻ വന്നപ്പോ ഹത്താ അസാ റബ്ബഹു ഫീ ശഹരി ശഅബാനി, ആ ശഅബാൻ മാസത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ജന്നത്തിൽ ബഖീൽ പോയി പൊട്ടിക്കരഞ്ഞ മാസമാണ് ശഅബാൻ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം ദുആ ചെയ്ത മാസമാണ് ശഅബാൻ. അല്ലാഹുവിന്റെ റസൂൽ എന്റെ മാസമാണെന്ന് ഉമ്മത്തിനോട് വിളിച്ചു പറഞ്ഞ മാസമാണ് ശഅബാൻ. മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് ഇബാദത്തിന് വേണ്ടിയിട്ട് എന്റെ സമയം ഞാൻ ചെലവഴിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സച്ചരിതരായ സൽക്കർമ്മകാരികളായ സഹാബത്തിന്റെ പറഞ്ഞുകൊടുത്ത് അവർക്ക് മാർഗനിർദ്ദേശം കാണിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട ശഅബാനിനെയും ഞാനും നിങ്ങളും ചെലവഴിച്ചത് തെറ്റുകൾ കൊണ്ട് തന്നെയാണ്, പാപങ്ങൾ കൊണ്ട് തന്നെയാണ്, അക്രമങ്ങൾ കൊണ്ട് തന്നെയാണ്. നാവിനെ സൂക്ഷിക്കാതെ, കണ്ണിനെ സൂക്ഷിക്കാതെ, കാതിനെ സൂക്ഷിക്കാതെ, കാലിനെ സൂക്ഷിക്കാതെ, ഖൽബിനെ സൂക്ഷിക്കാതെ ഹറാമിന്റെ വഴിയോരങ്ങളിലൂടെ രാവും പകലും നടന്ന് പിശാചിന്റെ കൂട്ടാളികളായി അധപ്പതനത്തിന്റെ പടിമുടിയിൽ വീണു പോയവര് തന്നെയാണ്. ആ നിങ്ങളോടാണ് പറയുന്നത്, ലഖദ് അവല്ലക ശഹ്റു സൗമി ബഅദഹുമാ, ആ 2 മാസത്തിന് ശേഷം കടന്നു വന്ന റമളാൻ, ആ 2 മാസത്തിന് ശേഷം കടന്നു വന്ന റമളാൻ, ആ റമളാനിൽ നിങ്ങൾ തെറ്റ് ചെയ്യുകയാണോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആ നിങ്ങൾക്കറിയുമല്ലോ. പരിശുദ്ധ റമളാൻ വന്നിട്ടും അല്ലാഹുവിന്റെ പൊരുത്തം നേടാതെ, പവിത്രമായ റമളാൻ വന്നിട്ടും അല്ലാഹുവിന്റെ തൃപ്തി നേടാതെ, അല്ലാഹുവിന്റെ റഹ്മത്ത് നേടാതെ ജീവിച്ചു പോയ മനുഷ്യനുണ്ടോ? അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, അവർക്ക് പടച്ചവന്റെ റഹ്മത്ത് നഷ്ടപ്പെടുത്തേ, അവർക്ക് ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കാരുണ്യം ലഭിക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു ജിബ്രീൽ, ആമീൻ പറയണം നബിയേ. കാലങ്ങൾ കൊണ്ട് കർണപുടത്തിലേക്ക് കേൾക്കുന്ന ഒരു വർത്തമാനമാണത്. എല്ലാ ഉസ്താദുമാരും റമളാന്റെ തുടക്കത്തിൽ പറയുന്നതാണത്. കഴിഞ്ഞ വർഷം വരെയുള്ള റമളാനിൽ അങ്ങനെ ഒരു പൊരുത്തക്കേടിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ തന്ന ആയുസ് കൊണ്ട് അനുഗ്രഹിച്ച ഈ പരിശുദ്ധ റമളാൻ, ഈ റമളാൻ എനിക്ക് നീ തരികയാണെങ്കിൽ നിന്റെ റഹ്മത്തിനെ നേടിയെടുക്കാൻ, നിന്റെ മഗ്ഫിറത്തിനെ നേടിയെടുക്കാൻ, നിന്റെ നരകമോചനത്തിനെ നേടിയെടുക്കാൻ ഞാൻ കൂടെയുണ്ട് ഞാൻ തയ്യാറാണ് റബ്ബേ എന്ന ഒരു ശക്തമായ തീരുമാനം നിങ്ങൾ എടുക്കണം. ആ തീരുമാനത്തിലൂടെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. ആവേശം രാത്രിയും പകലും ഒരുപാടുണ്ടാകണം. പകലിനേക്കാൾ റമളാന്റെ ശ്രേഷ്ഠത രാത്രിയാണ്. നഷ്ടപ്പെടുത്താതെ ശരീരത്തെ പിടിച്ചു നിർത്തിയിട്ട് പാപങ്ങൾ ചെയ്യാതെ അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക്, പൊരുത്തത്തിലേക്ക് നീങ്ങണം. അല്ലാഹുവേ, നീ അതിനെ തൗഫീഖ് നൽകണേ സ്പെഷ്യൽ കേക്ക് ഉണ്ട് റമളാനിൽ, റമളാൻ കേക്ക്. നാളെ മുതൽ യൂട്യൂബ് ചാനൽ തുറന്നാൽ കാണാം. റമളാൻ കേക്ക്, മലപ്പുറം ആയിഷ താത്താടെ റമളാൻ കേക്ക്. 1 മണിക്കൂർ കൊണ്ട് 1000 ആളുകൾക്ക് ഇഫ്താറിന് കേക്ക് വിളമ്പുന്നത് എങ്ങനെ? കമ്പലിയും കാണുമ്പോ താത്തമാര് കുത്തും, എന്നിട്ട് കേക്കും. ഭർത്താവിനോട് പറയും 1.5 കിലോ മാവ്, 2 കിലോ ശർക്കര. സ്പെഷ്യൽ റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ തീറ്റയുടെ മാസമാണെന്ന് തോന്നിപ്പോവും. ഞാൻ ഇവിടുത്തെ പ്രസിഡന്റിനോട് ചോദിച്ചു, ഇവിടുത്തെ ഭക്ഷണ രീതി റമളാനിൽ എങ്ങനെയാണ്? നോമ്പ് തുറക്കുന്ന സമയത്ത് പള്ളി വരുന്നവർ കൊടുക്കാനുള്ള ചെറിയൊരു സംവിധാനമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഭക്ഷണം, റമളാൻ ഒരു ഭക്ഷണത്തിന്റെ മാസമായിട്ട് കരുതരുത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം,
സാധാരണ ദിവസങ്ങളിൽ നമുക്കൊരു കാര്യത്തിന് കൂലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റമളാനുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കൂലി കിട്ടും. ഒന്ന് ഇന്നത്തെ മജ്‌ലിസിന്റെ കൂലി. അത് ഒരിക്കലും സാധാരണ മജ്‌ലിസിന്റെ കൂലിയല്ല. 100% ഉറപ്പ്. ഞാൻ എന്റെ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചത്, അല്ലെങ്കിൽ മഹാന്മാരുമായി ബന്ധപ്പെട്ട അവരുടെ വർത്താനത്തിൽ നിന്ന് ചിന്തിച്ചത് പ്രകാരം, റമളാനിന് തൊട്ട് മുമ്പ് റമളാനുമായി സ്വീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് റമളാനിന്റെ കൂലി പോലെ കിട്ടുമെന്നാണ്. അതായത് വീട് വൃത്തിയാക്കുന്ന ഒരു ഉമ്മ, റമളാൻ വരികയല്ലേ, ഒന്ന് വൃത്തിയാക്കി. ഞാൻ ഇന്നലെ വയനാടായിരുന്നു പ്രസംഗം. അപ്പൊ പകലൊരു സുഖമില്ലാതെ ഒരു 24 വർഷം മുമ്പ് ഒരു പോലീസുകാരൻ ജീപ്പ് മറിഞ്ഞിട്ട് അപകടത്തിൽപ്പെട്ട് 2 കാലും തളർന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ സെറ്റിയും പിന്നെ കസേരയും ഇതൊക്കെ ഉണ്ടല്ലോ, കർട്ടനൊക്കെ വെളിയിലാണ്. അപ്പൊ മനസ്സിലായി വീട് വൃത്തിയാക്കാണ്, ഒക്കെ ഭംഗിയാക്കി. റമളാൻ വരികയാണല്ലോ എന്ന് പറഞ്ഞ് ഭംഗിയാക്കാണ്. നമ്മള് ആ പഴയ മുസല്ല തന്നെ ഇപ്പോഴും ഉണ്ടോ? കുറെ വർഷമായി. പിന്നെ നിസ്കാര കുപ്പായൊക്കെ കരമ്പേനൊക്കെ അടിച്ച്, ഇവിടെയൊക്കെ നല്ല കറുത്ത കളറായിരിക്കും, മാറ്റൂല. 72 മച്ച ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ അത് തന്നെ ഇട്ട് നിക്കാരം തന്നെ. അങ്ങനെ നിസ്കാര കുപ്പായത്തിന് പ്രത്യേകിച്ച് പറക്കുന്നത്, അത് മാറ്റിയിട്ട് പുതിയത് മാറ്റിയിടണം. നല്ല ഭംഗിയുള്ള ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ധാരാളം ഉണ്ട്. അതൊക്കെ വാങ്ങി എത്രയോ വസ്ത്രം നമ്മൾ മാറുന്നു. അപ്പൊ മുസല്ല, നിസ്കാര കുപ്പായം അതൊക്കെ ഭംഗിയാക്കി, നിസ്കരിക്കണ റൂം വലയൊക്കെ അടിച്ചു കളഞ്ഞ്, ഇത് നമ്മളിങ്ങനെ എപ്പോഴും അതിനകത്ത് പല്ലിയും ചലന്തിയും. എല്ലാ വീട്ടിലും നിസ്കാര റൂം ഉണ്ടാവും. ഉസ്താദ് പാലുകാച്ചിന് പുരതാമസത്തിന് വരുമ്പോ ഉസ്താദ് നിസ്കാര റൂമും, അവരെ വിചാരം ഉസ്താദ് ഭയങ്കര സന്തോഷം കൊണ്ട് ഇപ്പൊ സ്വർഗത്തിൽ എത്തുന്നു. ഇത് നിസ്കാര റൂമാണ് ഉസ്താദ്, മാഷാ അല്ലാഹ് നിസ്കാര റൂം. അപ്പൊ ഉസ്താദ് പറയാം അൽഹംദുലില്ലാ ഭയങ്കര പറക്കും. വീട്ടുകാരൻ നിസ്കാരം ഒന്നും ഉണ്ടാവില്ല, നല്ല നിസ്കാര റൂം ഉണ്ടാവും. ഇപ്പൊ ഹിന്ദുക്കളായ എഞ്ചിനീയർ പോലും പ്ലാൻ വരയ്ക്കുമ്പോൾ ചോദിക്കും നിസ്കാര റൂം വേണ്ടേ? അദ്ദേഹത്തിന് അറിയാം സാധനം ഉണ്ടാവും. 2 മാസം കഴിഞ്ഞാൽ വീട്ടിലൊന്ന് ചെല്ലണം. ഒടിഞ്ഞ കസേരയും പഴയ കർട്ടനും മക്കളെ കളിപ്പാട്ടവും എല്ലാം അതിനകത്ത് ഉണ്ടാവും ഈ നിസ്കാര റൂമിൽ. സ്റ്റോർ റൂമിനേക്കാൾ കഷ്ടമാണ്. ഇതാണ് നമ്മുടെ നിസ്കാര റൂം. അപ്പൊ റമളാനും അനുബന്ധിച്ച് വൃത്തിയാക്കിയാൽ, ശുദ്ധിയാക്കിയാൽ അതിനു പോലും കൂലിയാണ്. അതുകൊണ്ട് തന്നെ റമളാനെ കുറിച്ച് പറയുന്ന ഈ മനോഹരമായ അൽ ഖിദ്മയുടെ നെല്ലിക്കുടിയുടെ സദസ്സിലേക്ക് വന്നിരിക്കുന്നവരെ, റമളാനിനെ ബഹുമാനിച്ച കൂലി അല്ലാഹു എനിക്കും നിങ്ങൾക്കും തരട്ടെ. ഈ റമളാനിന്റെ വിഷയം ഇങ്ങനെ കേൾക്കുമ്പോ മനസ്സുകൊണ്ട് റമളാനൊന്ന് വന്നിരുന്നെങ്കിൽ അതിന്റെ ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താതെ സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോ തന്നെ അല്ലാഹു കൊണ്ടെടുത്തുന്ന റമളാന്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയാണ്. ആകാശലോകത്ത് മാലാഖമാര് വിതുമ്പി നിൽക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങി വരാൻ. റമളാനിന്റെ പിറ കാണുന്നതോടുകൂടി പുറത്തേക്ക് ചാടുകയാണ്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പള്ളിയിൽ, നിങ്ങളുടെ മജ്‌ലിസിൽ, നിങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം അവരുണ്ട്.